ഇറ്റ്സ് മീ തഫ്സീറ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ടൈപ്പ് സേവ് ഡേറ്റ് വീഡിയോ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ വേർഷൻ, വേറെ ടൈപ്പ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വേറെ രീതിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ബ്ലാങ്ക് പേപ്പറാണ് വേണ്ടത്. അപ്പോൾ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മതിയിട്ട് നമുക്ക്. അപ്പോൾ ഇതുപോലെ 4 വശം ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, പിച്ചി കൊടുക്കുക അല്ലെങ്കിൽ കീറി കൊടുക്കുക, എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ കീറി കൊടുക്കുന്നുണ്ട് 4 വശവും. ആ ഒരു എന്താ പറയുക, ഒരു ഓൾഡ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള പേപ്പർ മാത്രം മതി, ഒരു ബ്ലാങ്ക് പേജ് മാത്രം മതി. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്ക്വയർ പേപ്പർ മാത്രം മതി. ഓക്കെ, വൈറ്റ് ബ്ലാങ്ക് പേജ് എടുക്കാം, A4 ഷീറ്റ് എടുക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ട്ബുക്കിൽ ബ്ലാങ്ക് പേജ് എടുത്താലും മതി. പിന്നെ ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പുറത്തുനിന്ന് പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. ഒരു പണിയില്ല, വേറെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, പുറത്ത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. പിന്നെ VN-ലാണ് നമ്മളത് എഡിറ്റ് ചെയ്യുന്നത്. VN-ൽ പോയിട്ട് ന്യൂ പ്രൊജക്റ്റിൽ പോയി നമ്മൾ ആ ക്യാമറയിലെടുത്ത ആ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ 2-3 ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള വീഡിയോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് സ്ലോ മോഷനിലാക്കിയിട്ട് എടുക്കണം. അതായത് നമ്മുടെ എഫക്റ്റുകളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആവാൻ സ്ലോ ആയിട്ട് ഈ വീഡിയോ ആവണം. അപ്പോൾ ഇത് ഞാൻ താഴെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഒരു ക്ലോക്കിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്പീഡ് കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും. ഇനി നമുക്ക് ഇത് ഫിൽറ്ററിൽ പോവാം. ഫിൽറ്ററിൽ നമുക്ക് ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ, ഏത് ഫിൽറ്ററാണ് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ഈ ടൈപ്പ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഫിൽറ്ററിൽ ഉണ്ടാവും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ അത് സെലക്ട് ചെയ്താൽ മതി, ഏത് വേണ്ടത് വെച്ചാൽ അതെടുക്കാം. ഓക്കെ, അപ്പോൾ അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് പിൻട്രസ്റ്റിലാണ് വന്നിട്ടുള്ളത്. പിൻട്രസ്റ്റിൽ നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സേവ് ദ ഡേറ്റ് എന്നുള്ളത് ടെക്സ്റ്റ് ആക്കി അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കൂടെ ഇത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ സേവ് ദ ഡേറ്റ് ടെക്സ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട് സെർച്ച് ബാറിൽ. അപ്പോൾ അങ്ങനെയുള്ള പിക്കുകളാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ഇമേജ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഗാലറിയിൽ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ക്രോം എടുക്കാം. ക്രോമിൽ ഇത് മുകളിൽ remove.bg എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. ആ ഒരു സൈറ്റിൽ കയറിയാൽ നമുക്ക് ആ ഒരു സേവ് ദ ഡേറ്റ് എന്ന് എഴുതിയതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, ടൈപ്പ് ചെയ്തു, ആ ഒരു സൈറ്റിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലൂ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് ഫോട്ടോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ടെക്സ്റ്റാണ്. അപ്പം ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കുന്നതാണ്. ഇപ്പോൾ പിക്കായാലും എന്ത് പിക്കായാലും അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കുന്നത് ഇങ്ങനെയാണ്. കുറച്ച് ഫ്രെയിം വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ VN ആപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ 3ാമത്തെ ഓപ്ഷൻ ടെക്സ്റ്റ് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ താഴെയുള്ള ഓപ്ഷനിൽ പോയിട്ട് അപ്പോൾ ഇങ്ങനെ ഗാലറിക്കാണ് വരിക. ഗാലറിയിൽ നിന്ന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ടുള്ള സംഭവം ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ അതിന് മുമ്പ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ടെക്സ്റ്റ് കൊടുക്കാം. വി ആർ ഗെറ്റിംഗ് മാരീഡ് എന്ന് ടെക്സ്റ്റ് കൊടുക്കണം. അതിൽ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് എഴുതി കൊടുക്കാം. ഓക്കെ, വി ആർ ഗെറ്റിംഗ് മാരീഡ് എന്ന് എഴുതട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതന്നെ വേണമെന്നില്ല, എന്തും എഴുതാം. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റിന് സേവ് ദ ഡേറ്റ് എന്നുള്ളത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ആ ഫോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് വൈറ്റ് ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ കാണില്ലല്ലോ. അപ്പോൾ അത് ഞാൻ ബ്ലാക്ക് ആക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, താഴെ കളർ എന്നുള്ള അതിൽ പോയിട്ട് ബ്ലാക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി അതിൽ ആ ടെക്സ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഒരു കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടുന്ന് നമുക്ക് രണ്ടാമത്തെ കാർഡ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ നേരത്തെ എടുത്ത തന്നെ ടെക്സ്റ്റിന് താഴെയുള്ള ഓപ്ഷൻ എടുക്കുക, അതിൽ പോവുക. ഗ്യാലറിയിൽ നിന്ന് നമ്മൾ മുമ്പ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ടുള്ള സേവ് ദ ഡേറ്റ് ഉള്ളത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ സേവ് ദ ഡേറ്റ് എന്ന് എഴുതിയ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ടെക്സ്റ്റ് കൊടുത്ത പോലെ തന്നെ എഴുതി കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 കാർഡുകളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അത് എൻഡ് ചെയ്യുന്നിടത്ത് മൂന്നാമത്തെ കാർഡ് ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി കാണും. അപ്പോൾ ഇനി ഇങ്ങനെ എല്ലാ കാർഡും ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് കൊടുക്കാനുള്ളതും എങ്ങനെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നു. അപ്പോൾ നിങ്ങൾക്ക് കപ്പിൾസിൻ്റെ ഫോട്ടോ കിട്ടണമെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്രോമിൽ പോയിട്ട് റിമൂവ് ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ഈ സേവ് ദ ഡേറ്റ് എന്നുള്ളതിൻ്റെ അടുപ്പിച്ച് ഞാൻ ഒരു റോസ് ഫ്ലവർ വെക്കുന്നുണ്ട്. അപ്പോൾ അതും സെറ്റാക്കി കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് കപ്പിൾസിൻ്റെ നെയിം കൊടുക്കാണ്ട്, പിന്നെ ഡേറ്റ് കൊടുക്കാണ്ട്, പിന്നെ നിങ്ങൾക്ക് ഓഡിറ്റോറിയം ആണെങ്കിൽ അതിൻ്റെ പ്ലേസും നെയിമും കൊടുക്കുക. പിന്നെ അതുപോലെ ഒരു കപ്പിൾ ഫോട്ടോ കൊടുക്കുക. അങ്ങനെ ഓരോരോ കാർഡുകളായിട്ട് നമുക്ക് ഒരു കാർഡ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ എൻഡിൽ കൊടുത്തിട്ട് മറ്റേ കാർഡ് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് കാർഡായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ ഇങ്ങനെ ഒരു പിക്ക് കൊടുക്കുകയാണ്, മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ താഴെ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കുക, ന്യൂ ബിഗിനിങ് എഴുതി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ടെക്സ്റ്റിൽ പോയിട്ട് എഴുതി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുമല്ലോ, പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഫോട്ടോ ആ ബ്ലാങ്ക് പേജ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് സാവധാനം എടുക്കുക കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ എടുത്തു പോകരുത്. പിന്നെ അതുപോലെ തന്നെ ആ സാവധാനം എടുത്ത് വീണ്ടും നമ്മൾ എഡിറ്റ് ആപ്പിലിട്ടിട്ട് ഈ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോയാൽ നമുക്ക് സ്ലോ മോഷനിലും സ്പീഡ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. അപ്പോൾ ഭയങ്കരമായിട്ട് സ്പീഡ് കുറച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോഴേ നമുക്ക് ഇതിലേക്ക് കൂടുതൽ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ അത് നല്ലൊരു പെർഫെക്റ്റിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇതിലേക്ക് മ്യൂസിക് ആഡ് ചെയ്യാണ്. മുകളിലത്തെ ഓപ്ഷൻ മ്യൂസിക്കിൻ്റെ ഓപ്ഷനിൽ പോയാൽ നമുക്ക് ഏത് സോങ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് സോങ്ങും കൂടെ വരുമ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക, കാണാനും കേൾക്കാനൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക, ഇൻസ്റ്റയിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത് എനിക്ക് ഓർഡർ കിട്ടിയൊന്നുമല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ എടുത്ത വീഡിയോ ആണ്. കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെയുള്ള റീൽസ് എടുത്തിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.